ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്, ഒരു ആരോഗ്യമന്ത്രി അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് UDF കാലത്താണോ, 2014 അത് 2017 എത്രയോ നാളുകൾക്ക് മുൻപ് ഉണ്ടായതാണ്. അതായത് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് ഒരു പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ പിള്ളേരുടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. ലീഡർ ആരാണ് മാഡം? സിസ്റ്റത്തിന്റെ ലീഡർ ആരാണ്? സിസ്റ്റത്തിന്റെ കുഴപ്പമൊന്നും എല്ലാവരും പറയുന്നു, ഡോക്ടർമാർ പറയുന്നു. എല്ലാവരും സിസ്റ്റത്തിന്റെ ലീഡർ ആരാ? ഊക്കിയല്ലോ നാദാ. ഏഷ്യാനെറ്റ് ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? മന്ത്രിയുടെ പടമല്ലേ കാണിക്കുന്നത്? അതെയല്ലേ. എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ. ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ. ഞങ്ങളാണോ പിഴവ് ചെയ്തത്? അല്ല, നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ. അപ്പൊ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ് മാഡം? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. എനിക്ക് എന്നോട് നിങ്ങൾ 100 ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതില്ലേ? കാർഡ് ഇറക്കിയത് ഞങ്ങളാണ്. നമ്മുടെ ചോദ്യം ബേസിക് ചോദ്യമേ ഉള്ളൂ, ഈ സിസ്റ്റം ആരാണ്? ഞാൻ ചെയ്ത പിഴവ് എന്താണെന്ന് പറഞ്ഞാട്ടെ. എത്രയോ ഒറ്റപ്പെട്ട സംഭവങ്ങളായി. ഈ സംഭവങ്ങളിലേക്ക് എന്ത് നടപടികൾ വന്നു? ഇപ്പൊ കോഴിക്കോട് ഹർഷീന ഉണ്ട്, കത്രിക കുടുങ്ങിയ ആ ഹർഷീനക്ക് എന്ത് നീതിയാ മന്ത്രി ഉറപ്പാക്കി? എല്ലാം കൂടെ എന്നെ കൊല്ലേ. അറ്റാക്ക് വന്ന് കുത്തിക്കട്ടിയ നെഞ്ചായത് എല്ലാം കൂടെ ടെൻഷൻ അടുപ്പിച്ച് ഇതങ്ങ് പൊട്ടിക്ക് കൊല്ലേ വരും. ഏഷ്യാനെറ്റ് ന്യൂസിനെ പേരെടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് പറയാം. പ്രശ്നം ശിവകുമാറിന്റെ കാലത്ത് വെച്ച കെട്ടിടമെങ്കിൽ 10 വർഷം ഭരിച്ചിട്ടും ഇടിഞ്ഞു വീഴുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ആ കെട്ടിടം പുതുക്കി പണിയാതെ ഒരു പാവപ്പെട്ട സ്ത്രീ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചതല്ലേ ആരോഗ്യമന്ത്രി പ്രശ്നം? പ്രശ്നം ഒരു കുട്ടിയുടെ കൈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിച്ചു കളയേണ്ടി വരുമ്പോൾ അവർക്കൊരു സമാശ്വാസം നൽകാൻ കഴിയാത്തതല്ലേ പ്രശ്നം? എല്ലാരും കൂടെ ശവത്തി കുത്താടാ. പ്രശ്നം സാധാരണക്കാരായ മനുഷ്യർ ചികിത്സയ്ക്ക് പോകുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറിനുള്ളിൽ പഞ്ഞി വെച്ച് തുന്നിക്കെട്ടുന്നതല്ലേ പ്രശ്നം? നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. പ്രശ്നം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അതീവ ശ്രദ്ധയർഹിക്കുന്ന ICUവിൽ ചികിത്സയിലുള്ള യുവതിയെ അവിടുത്തെ ജീവനക്കാർ തന്നെ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിക്കുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതല്ലേ പ്രശ്നം? ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പ്രശ്നം ഹർഷീന എന്ന യുവതിയുടെ വയറിനുള്ളിൽ കത്രികയിട്ട് തുന്നിക്കെട്ടുകയും പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം UDF കാലത്തിലേക്കും LDF കാലത്തിലേക്കും തട്ടിക്കളിക്കുന്നതല്ലേ പ്രശ്നം? എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? പാവപ്പെട്ടവരായ മനുഷ്യർ ആശുപത്രികളിൽ എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഈ ചികിത്സകളിലെ ജീവനക്കാരുടെ അപര്യാപ്തത ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ഒരു പ്രിന്റർ പോലും ഇല്ലാത്ത, ആ പ്രിന്ററിൽ കടലാസ് പുറത്തു നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന, മുട്ടുസൂചി വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന, ആ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ മഷി വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സിസ്റ്റം കത്രികയിലാണെന്ന് പറയുന്നതാണോ ആരോഗ്യമന്ത്രി പ്രശ്നം? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണെന്ന്.